കാസർഗോഡ് ജില്ലയിലൂടെ ദേശീയപാത കടന്നുപോകുന്ന 101 പ്രശ്നബാധിതമെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കാലവർഷം എത്തിയതോടെ പരിശോധന നടത്തിയ പ്രത്യേക സമിതിയാണ് പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തിയത്. ഇതിൽ 23 സ്ഥലത്ത് മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ നടത്തിയ പ്രതിഷേധം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജില്ലയിൽ NH66 കടന്നുപോകുന്ന തലപ്പാടി മുതൽ കാലിക്കടവ് വരെയുള്ള സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായ 101 പ്രശ്നബാധിത മേഖലകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 23 മാത്രമാണ് അപകട സാധ്യതകൾ പൂർണ്ണമായോ ഭാഗികമായോ പരിഹരിക്കാനായത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള 5 സ്ഥലങ്ങളാണ് ജില്ലയിലുള്ളത്. ഇതാകട്ടെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പരിധിയിലുള്ളവയും. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച, ചട്ടഞ്ചാൽ പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ ജില്ലാ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. ബേവിഞ്ചയിൽ ദേശീയപാതയുടെ സമീപത്തായി 150 കുടുംബങ്ങളും, വീരമലക്കുന്നിൽ 10 കുടുംബങ്ങളും, മട്ടലായിക്കുന്നിൽ 15 കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. മഞ്ചേശ്വരം, കാസർഗോഡ്, ഹൊസ്ദുർഗ് തഹസിൽദാർമാർക്കാണ് ഈ പ്രദേശങ്ങളിലെ ഏകോപന ചുമതല നൽകിയിരിക്കുന്നത്. 24 കാസർഗോഡ്.